തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയെ എത്തിച്ചു. ദൗത്യം ചൊവ്വാഴ്ച തുടങ്ങാനാണ് തീരുമാനം. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന വാഴകളും കവുങ്ങുകളും നശിപ്പിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24 പുറത്തുവിടുന്നത് ആഴ്ചകൾക്ക് മുൻപ്. പിന്നാലെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. പക്ഷെ ചികിത്സ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങി. ഈ ദുരവസ്ഥ 24 വീണ്ടും പുറത്തുവിട്ടതോടെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നിരിക്കുന്നത്. മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനായി 3 കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിക്കുക. ഇതിൽ വിക്രമാണ് ഇന്നെത്തിയത്. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും നാളെ പുലർച്ചെ അതിരപ്പള്ളിയിലെത്തും. മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കും. അരിക്കൊമ്പന് വേണ്ടി കോടനാട് അഭയാരണ്യത്തിൽ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അടിയന്തര ഇടപെടൽ വേണ്ടി വന്നാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. RRT ടീമും എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് തന്നെ എത്തും. അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ വിഷയം അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഡീൽ ചെയ്യാനാണ് അരുൺ സെക്രട്ടറി ഡോക്ടറുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വാഴകളും കവുങ്ങും നശിപ്പിച്ചു. ചാലക്കുടിപ്പുഴയുടെ തുരുത്തിലേക്ക് നീങ്ങിയ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയേറുകയാണ്. ദൗത്യം വൈകിയാൽ ആനയുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതിരപ്പള്ളിയിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ.